രാജീവൻ എന്താ മോളെ കയറാതെ പോയത്? രാധികയെ ഗേറ്റിലിറക്കിയിട്ട് മരുമകൻ തിരിച്ചു പോയത് കണ്ട് രേണുക മകളോട് ആശങ്കയോടെ ചോദിച്ചു. അതമ്മേ, ചേട്ടൻ ജോലിക്ക് പോകുന്ന വഴിക്ക് എന്നെ ഇറക്കിയിട്ട് പോയതാ. ഇവിടെ കേക്കാൻ കണ്ട പണി നടക്കുന്നത്. ഒരാഴ്ചത്തെ പണിയുണ്ട്. ഇനി അടുത്ത ആഴ്ചയെ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ കയറി എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടൊക്കെ എന്നെയും കൊണ്ട് പോകത്തുള്ളൂ. പോരെ? അപ്പോൾ നീ ഒരാഴ്ച ഇവിടെ കാണുമോ? അച്ഛൻ ഇന്നലെയും കൂടി പറഞ്ഞതേയുള്ളൂ നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അങ്ങോട്ടൊന്ന് വരണമെന്ന്. വരാനിരുന്നത് നന്നായി. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നോ? ഇനി ഞാൻ കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കട്ടമ്മേ. അവിടെയാണെങ്കിൽ നിന്ന് തിരിയാൻ വയ്യാത്തത്ര ജോലിയാ. എന്നാൽ മോളിരിക്ക്, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ രാധിക റിമോട്ടെടുത്ത് TV ഓൺ ചെയ്ത് സോഫയിലേക്ക് ചാരി കിടന്നു. 6 മാസം മുമ്പായിരുന്നു രാധികയുടെ കല്യാണം. ഇതിനു മുമ്പ് രാജീവനുമായി 2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നെങ്കിലും പിറ്റേ ദിവസം തന്നെ മടങ്ങിപ്പോയിരുന്നത് കൊണ്ട് രാധികയ്ക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം കുറച്ച് ദിവസം നിൽക്കണമെന്ന ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി കുറച്ച് ദിവസം ഭർത്താവിൻ്റെ വീട്ടിലെ ജോലി തിരക്കുകളിൽ നിന്നും അമ്മായിയമ്മയുടെ നാത്തുൻ്റെയും കുറ്റം പറച്ചിലുകളിൽ നിന്നുമൊക്കെ കുറച്ച് ആശ്വാസമുണ്ടാകുമല്ലോ എന്നതായിരുന്നു രാധികയുടെ സമാധാനം. അല്ല, മോളിതെപ്പോൾ വന്നു? വൈകിട്ട് കടയടച്ചു വന്ന രാജൻ മകളോട് ചോദിച്ചു. ഞാൻ ഉച്ചയോട് കൂടി എത്തിയതാണച്ചാ. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ആ പഴയ നടുവേദന എപ്പോഴുമുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. രാജീവൻ എന്താ മോളെ തിരിച്ചു പോയത്? ചേട്ടൻ പണിക്ക് പോയതാണച്ചാ. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. അന്നേരം എന്നെ കൂട്ടാൻ വരും. അതുവരെ നീ ഇവിടെ നിൽക്കുമോ? രാജീവൻ്റെ വീട്ടുകാർക്ക് അലോഹ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ലച്ചാ, ഞാൻ പറഞ്ഞിട്ടാ വന്നത്. എന്നാൽ മോള് അച്ഛന് ലേശം വെള്ളം ചൂടാക്കിത്താ. ഞാനൊന്ന് മേല് കഴിക്കട്ടെ. ശരി അച്ഛാ. പിറ്റേന്ന് വെളുപ്പിന് അടുത്തുള്ള ക്ഷേത്രത്തിലെ ലീലയുടെ ഭക്തിഗാനം കേട്ട് രാധിക ഉണർന്നെങ്കിലും താൻ സ്വന്തം വീട്ടിലാണ് കിടക്കുന്നത് എന്ന ഓർമ്മ വന്നപ്പോൾ മാറിക്കിടന്ന പുതപ്പ് ഒന്നുകൂടി വലിച്ച് തലവഴിയിട്ട് മൂടി പുതച്ച് ചുരുണ്ടുകൂടി കിടന്നു. മോളെ രാധു, എഴുന്നേൽക്കടാ. അടുക്കളയിലേക്ക് വന്ന് കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്ക്. രമേശനും ദേമന്തിയും രാവിലത്തെ തീവണ്ടിക്ക് പോകാനുള്ളതാ. ഈശ്വര, പടപേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തം കൊളത്തി പടയോ. സ്വന്തം വീട്ടിലേക്കെങ്കിലും മതിയാവോളം കിടന്നുറങ്ങാമെന്ന സന്തോഷത്തിലാണ് മകരത്തിലെ കുളിരാസ്വദിച്ച് പുതപ്പിനടിയിലേക്ക് ഊളിയിട്ടത്. കടുത്ത നിരാശയോടെ രാധിക അയിഞ്ഞ മുടിയകൾ വാരിക്കെട്ടി വെച്ച് ഉറക്കച്ചടവോടെ അടുക്കളയിലേക്ക് ചെന്നു. പോയി വായും മുഖമെങ്കിലും കഴുകിട്ട് വാ കൊച്ചേ. ഇങ്ങനെയാണോ നീ രാജീവിൻ്റെ വീട്ടിലും പെരുമാറുന്നത്? നീരസത്തോടെ രേണുക മകളെ ശാസിച്ചു. ഏട്ടത്തിക്ക് രാവിലെ അടുക്കളയിൽ കയറി ഇതൊക്കെ ചെയ്താലെന്തമ്മേ? എടി, അവൾ ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. രമേശൻ്റെയും പിള്ളേരുടെയും വസ്ത്രങ്ങൾ ഇസ്തിരിയിടണം, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളെടുത്ത് ബാഗിൽ വയ്ക്കണം. അങ്ങനെ 100 കൂട്ടം പണിയുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ വന്ന് നിന്നാൽ പറ്റുമോ? അമ്മ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ രാധികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഏട്ടത്തിക്ക് ജോലിയുള്ളത് കൊണ്ടും മാസശമ്പളത്തിൽ നിന്നും എല്ലാ 1-ാം തീയതിയും ഒരു പങ്ക് അമ്മയ്ക്ക് ലഭിക്കുന്നത് കൊണ്ടുമാണ് ഏട്ടത്തിയോട് ഇത്ര സ്നേഹമെന്ന്. ഏട്ടനും ഏട്ടത്തിയും ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോയി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാധിക മൊബൈലെടുത്ത് നെറ്റ് ഓൺ ചെയ്തു. മോളെ, അമ്മ കഴുകാനുള്ള തുണികളൊക്കെ സോപ്പ് വെള്ളത്തിലിട്ട് നനച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് അലക്കി വിരിച്ചേക്കട്ടെങ്ങണേ. അത് കഴിഞ്ഞിട്ട് തൊഴുത്തൊന്ന് വൃത്തിയാക്കി പറമ്പിൽ നിന്ന് ആ പൈക്കളെ 2നെയും തിരിച്ചു കൊണ്ട് കെട്ടണം. 12 മണിയാകുമ്പോൾ കറവക്കാരൻ വരും. അത് ശരി, ഉള്ള ജോലിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ എവിടെ സർക്കിട്ടിന് പോകുന്നത്? രാധിക അരിശത്തോടെ ചോദിച്ചു. ഞാൻ റേഷൻ കടയിലൊന്ന് പോവുക. വരുന്ന വഴി വൈദ്യരുടെ അടുത്തുമൊന്ന് കയറണം. അച്ഛൻ്റെ കുഴമ്പ് തീർന്നിരിക്കുക. നാശം പിടിക്കാൻ ഇതിലും ഭേദം രാജീവേട്ടൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. പിറുപിറുത്തും കൊണ്ട് ഗേറ്റ് വരെ രാധിക അമ്മയെ അനുഗമിച്ചു. മോളെ രാധികെ, നീ വന്നിട്ട് 2-3 ദിവസമായല്ലോ. തിരിച്ചു പോകുന്നില്ലേ? തെക്കേ പറമ്പിൽ പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന നെല്ലുകാല് കൊണ്ട് ഇളക്കി ഇടുന്നതിനിടയിൽ വഴിയിലൂടെ പോയ അയൽപക്കത്തുള്ള വത്സലയുടെ ചോദ്യം രാധികയ്ക്ക് അസഹീനമായി തോന്നി. ഇന്നിപ്പോൾ 3ാമത്തെ ആളാണ് ഈ ചോദ്യം തന്നെ ആവർത്തിക്കുന്നത്. കല്യാണം കഴിച്ചു വിട്ടെന്ന് വെച്ച് സ്വന്തം വീട്ടിൽ പെൺകുട്ടികൾക്ക് വന്ന് നിൽക്കാൻ കഴിയില്ലേ? വീട്ടുകാർക്കില്ലാത്ത ഉത്കണ്ഠ നാട്ടുകാർക്കാണല്ലോ. ഇല്ല വത്സലേച്ചി, ഒരാഴ്ച കഴിഞ്ഞേ പോകൂ. ഉള്ളിൽ തികട്ടി വന്ന അരിശം പുറമേ കാണിക്കാതെ രാധിക മറുപടി പറഞ്ഞു. രാജീവനുമായി പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? താൻ 3 ദിവസം രാജീവനില്ലാതെ ഇവിടെ നിന്നുകൊണ്ടാവാം വത്സലേച്ചിക്ക് പിന്നെയും ഒരു സംശയം. അയ്യോ, ഒന്നുമില്ല ചേച്ചി. രാജീവേട്ടനെ ഞാനെന്ന് വെച്ച ജീവനാ. ഏട്ടൻ ജോലിക്ക് ദൂരെ പോയിരിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഞാൻ പോട്ടെ മോളെ, പിന്നെ കാണാം. വത്സലേച്ചി പോയി കഴിഞ്ഞപ്പോൾ രാധിക ആലോചിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞു പോയ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയവൾ എന്ന സ്ഥാനമാണെങ്കിൽ സ്വന്തം വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്നാൽ പിന്നെ അവൾ വലിഞ്ഞു കയറി വന്നവളെന്ന പോലെയാണ്.